പിന്നെ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു നടൻ എന്ന് പറഞ്ഞാൽ മനോജ് കെ ജയനാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ഇങ്ങനെ പല റീൽസിലൂടെയും അതുപോലെ പല ആർട്ടിക്കിൾസൊക്കെ ഞാൻ വായിക്കുന്നത് ഏറ്റവും കൂടുതൽ കണക്റ്റായിട്ട് കേൾക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ മനോജ് കെ ജയൻ്റെയാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തിലകന് അതിന് അവാർഡുകളൊക്കെ കിട്ടിയെങ്കിൽ പോലും ആ ഒരു സിനിമ ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഗുണം ചെയ്തിട്ടുള്ളത് മനോജ് കെ ജയനാണ്. അത് മനോജ് കെ ജയൻ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പല ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾ തന്നെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് മനോജ് കെ ജയൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ അഭിനയമൊക്കെ പഠിച്ചു വന്ന് സീരിയൽ ചെയ്യുന്നു. കുറച്ച് സിനിമകളൊക്കെ നിങ്ങളൊന്ന് മറുപുറം എന്ന് പറയുന്ന ഒരു സിനിമ, അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്താണ് പെരുന്തച്ചലിലോട്ട് അവസരം കിട്ടുന്നത്. അന്ന് മംഗലാപുരത്തോ അവിടെ ഒക്കെ ആയിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഇതേപോലെ തന്നെ മനോജ് കെ ജയന് ഒരു അവസരം കിട്ടി, അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് മനോജ് കെ ജയൻ്റെ തലയൊക്കെ മുട്ടയടിച്ച് വേറൊരു ലുക്കിലൊക്കെ ചെയ്യുന്നു. അങ്ങനെ മനോജ് കെ ജയൻ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ MTക്കും സംവിധായകൻ അജയനൊക്കെ ബോധ്യപ്പെട്ടു. അതിൻ്റെ ക്യാമറാമാനായിരുന്നു സന്തോഷ് ശിവൻ. അപ്പോൾ ഈ ഒരു സിനിമ പെരുന്തച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത ശേഷം സന്തോഷ് ശിവൻ ചെയ്യുന്ന സിനിമയാണ് ദളപതി. അപ്പോൾ ദളപതി മായി ബന്ധപ്പെട്ട് സന്തോഷ് ശിവൻ മണിരത്നമൊക്കെ ഒരു ഡിസ്കഷനൊക്കെ ഇരിക്കുന്ന സമയത്താണ് ദളപതിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, അതിൻ്റെ ഭയങ്കര ത്രൂ ഔട്ട് ക്യാരക്ടർ ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യാൻ ഒരു നടന് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പെരുന്തച്ചലിലെ ചില സീൻസ് അന്ന് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ സന്തോഷ് ശിവൻ മണിരത്നെ കാണിക്കുന്നതും അവരതിൻ്റെ ഒരു ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയൊക്കെ കാണിച്ചത്. അപ്പോൾ കണ്ടപ്പോഴാണ് മനോജ് കെ ജയൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് മനോജ് കെ ജയൻ്റെ അഭിനയം കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് മണിരത്നം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വിളിപ്പിച്ചത്. അങ്ങനെയാണ് ദളപതിയിലേക്ക് മനോജ് കെ ജയന് അവസരം കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണെന്ന് സർഗം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വേണ്ടിയിട്ട് ഹരിഹരൻ പുതുമുഖങ്ങളെ വെച്ച് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം പുതുമുഖങ്ങൾ എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അതിലാദ്യം കുട്ടൻ തമ്പുരാനെ പറ്റി, കാരണം നമുക്കറിയാം കുട്ടൻ തമ്പുരാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അത് ആര് ചെയ്യും എന്ന് പല ആളുകളെ നോക്കി അവസാനമാണ് ഈ പറഞ്ഞ പോലെ പെരുന്തച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയും ഒക്കെ കണ്ടൊക്കെ ശേഷമാണ് ഹരിഹരൻ കുട്ടൻ തമ്പുരാനായിട്ട് മനോജ് കെ ജയനെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ശരിക്ക് ആ ഒരു സിനിമ കൊണ്ട് തമിഴിൽ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി, മലയാളത്തിൽ സർഗം പോലത്തെ ഒരു സിനിമയിലെ ഭാഗമാകാൻ പറ്റി. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം സർഗം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അറിയില്ല മനോജ് കെ ജയൻ്റെ കരിയർ എങ്ങനെയാവുമെന്ന്. കാരണം സർഗത്തിലൂടെയാണ് പിന്നീട് മനോജ് കെ ജയൻ തന്നെ ഒരു നടനായിട്ട് എസ്റ്റാബ്ലിഷ്ഡായി, പിന്നീട് നായകനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടൊക്കെ ഇന്നും നിലനിൽക്കുന്നത് ആ ഒരു കുട്ടൻ തമ്പുരാൻ്റെ ഒരു ഇതിലൂടെ തന്നെയാണ്.